അൽ വഹദത്തുൽ ഖാമിസ, 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റ്. മാഷാ അള്ളാഹ്, ഇതാണ് യൂണിറ്റിൻ്റെ പേര്. അള്ളാഹു ഉദ്ദേശിച്ചത്. നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണിത്. ഇതിൻ്റെ മീനിങ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്നാണ്. ഇതിൽ 4 പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം തൗസീഉ സീസാൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചിക്സ്, കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം. തൗസീഉ മീൻസ് വിതരണം. സൂസുൻ ജംഅ സീസാൻ, കോഴിക്കുഞ്ഞുങ്ങൾ. കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാറുണ്ട്. ഇനി പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി എന്തോ ആലോചിക്കുന്നത് കാണാം. എന്താണ് ഇവൾ ആലോചിക്കുന്നത്? കുറേ വളർത്ത് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കുറിച്ചാണ് ഇവളുടെ ചിന്ത. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ കുട്ടിക്ക് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നതിൽ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇനി ഈ കുട്ടിയുടെ പേരാണ് സ്വബീഹ. സ്വബീഹ ദാരിസത്തുൻ ഫി സൊഫി സാദിസ്. സ്വബീഹ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്വബീഹ ദാരിസത്തുൻ, സ്വബീഹ വിദ്യാർത്ഥിനിയാണ്. ഫി സൊഫി സാദിസ്, 6ാം ക്ലാസ്സിലെ. ബൈത്തുഹ ഫി ഖറിയത്തിൻ, അവളുടെ വീട് ഒരു ഗ്രാമത്തിലാണ്. ഖറിയത്ത് മീൻസ് ഗ്രാമം. ഹിയ തുഹിബുൽ ഹയവാനാത്തി വത്തുയൂറ, അവൾക്ക് പക്ഷികളെയും മൃഗങ്ങളെയും ഇഷ്ടമാണ്. ഹിയ തുഹിബു, അവൾ ഇഷ്ടപ്പെടുന്നു. അൽ ഹയവാനാത്തി, മൃഗങ്ങളെ. വത്തുയൂറ, പക്ഷികളെയും. ഫി ബൈത്തിഹ, അവളുടെ വീട്ടിലുണ്ട്. ദജാജുൻ കഥീറുൻ, ധാരാളം കോഴികൾ. ദജാജത്തുൻ ജമ ദജാജുൻ, കോഴികൾ. വ ബഖറത്തുൻ ജമീലത്തുൻ, അതേപോലെ ഒരു സുന്ദരിയായ ഒരു പശുവും ഉണ്ട്. വഫീഹി, അവിടെയുണ്ട്, അവളുടെ വീട്ടിലുണ്ട്. ഹൗലുൽ അസ്മാക്, ഒരു ഫിഷ് പോണ്ടുണ്ട്. മത്സ്യക്കുളം, അല്ലെ, മത്സ്യങ്ങളെ വളർത്താനുള്ള ചെറിയ കുളം. അതിനാണ് ഹൗലുൽ അസ്മാക് എന്ന് പറയുക. സമക്കുൻ ജമ അസ്മാക്. ഹിയ തുസാഇദു ഉമ്മഹ, അവൾ തൻ്റെ ഉമ്മയെ സഹായിക്കും. അലാ തർബിയത്തിഹ, ഇതിനെയൊക്കെ പരിപാലിക്കുന്നതിൽ, വളർത്തുന്നതിൽ. തർബിയത്ത് മീൻസ് പരിപാലിക്കുക. ഈ പക്ഷി മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതിൽ സ്വബീഹ തൻ്റെ ഉമ്മയെ സഹായിക്കാറുണ്ട്. സാഅദ യുസാഇദു, സഹായിക്കുക. ബി ഇനായത്തിൻ താമത്തിൻ, പൂർണ്ണമായ ശ്രദ്ധയോടെ. ഇനായത്ത് കെയർ, ശ്രദ്ധ. വതമത്ത ബിഹ, അവളത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. വെറുതെ ഉമ്മയെ സഹായിക്കുകയല്ല, അവൾക്കത് ഇഷ്ടമാണ്. കോഴിയെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ വളർത്തുന്നതും അവയെ പരിപാലിക്കുന്നതുമൊക്കെ സ്വബീഹയ്ക്ക് ഇഷ്ടമാണ്. അവളത് ആസ്വദിക്കുന്നുണ്ട്. യോമൻ, ഒരു ദിവസം. വറദ ഫിൽ ജരീദത്തി, പത്രത്തിൽ വന്നു. വറദ, വന്നു. ഫിൽ ജരീദത്തി, പത്രത്തിൽ. ഇഅലാനുൻ, ഒരു പരസ്യം. ഇഅലാൻ മീൻസ് അഡ്വർടൈസ്മെന്റ്, ഒരു പരസ്യം വന്നു. അൻ തൗസീ സ്വീസാനി, എന്തിനെ കുറിച്ചുള്ള പരസ്യമാണ്? കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പരസ്യം. തൗസീ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. മിൻ മക്തബിൽ ഖറവിയ, വില്ലേജ് ഓഫീസിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും എന്ന ഒരു പരസ്യം ഒരിക്കൽ ഇവൾ പത്രത്തിൽ കണ്ടു. ഇനി തൗസീഉ സ്വീസാൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചിക്സ്. ഇദാറത്തു ഹിമായത്തിൽ ഹയവാനാത്തി, സ്വബീഹ കണ്ട പരസ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇദാറത്തു ഹിമായത്തിൽ ഹയവാനാത്തി എന്ന് പറഞ്ഞാൽ? മൃഗസംരക്ഷണ വകുപ്പ്, ആനിമൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇദാറത്ത് മീൻസ് ഡിപ്പാർട്ട്മെന്റ്, വകുപ്പ്. ഹിമായത്ത്, പ്രൊട്ടക്ഷൻ, സംരക്ഷണം. അൽ ഹയവാനാത്ത്. അപ്പോൾ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പാണ് ഈ പരസ്യം പുറത്തിറക്കിയിരിക്കുന്നത്. എന്താണ് പരസ്യം എന്ന് നോക്കാം. തുഅലിനു ഇദാറത്തു ഹിമായത്തിൽ ഹയവാനാത്തി ബി കേരള, ആനിമൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള അനൗൺസസ്. തുഅലിനു മീൻസ് അനൗൺസ് ചെയ്യുക, പരസ്യം ചെയ്യുക, അഡ്വർടൈസ് ചെയ്യുക. ഇദാറത്തു ഹിമായത്തിൽ ഹയവാനാത്ത്, മൃഗ സംരക്ഷണ വകുപ്പ് പരസ്യം ചെയ്യുന്നു. ബി കേരള, കേരളത്തിലുള്ള. എന്തിനെ കുറിച്ചാണ് പരസ്യം ചെയ്യുന്നത്? അൻ മഷ്റൂഇ തൗസീ സ്വീസാൻ. അൻ മഷ്റൂഇ, ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്, ഒരു പദ്ധതിയെ കുറിച്ച്. മഷ്റൂ മീൻസ് പ്രൊജക്ട്. ഏത് പ്രൊജക്റ്റ്? തൗസീഉ സ്വീസാൻ,
കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന പ്രൊജക്ടിനെ കുറിച്ച് കേരള മൃഗസംരക്ഷണ വകുപ്പ് പരസ്യം ചെയ്യുന്നു. ബിവാസിത്വത്തിൽ മജ്ലിസിൽ ഖറവി, ഗ്രാമസഭ മുഖാന്തരം, ഗ്രാമസഭയിലൂടെ, ത്രൂ ഗ്രാമസഭയിൽ കൂടെ, ബിവാസിത്വത്തെ മീൻസ് ത്രൂ, ഗ്രാമസഭയിലൂടെ, അൽ മജ്ലിസുൽ ഖറവിയ മീൻസ് ഗ്രാമസഭ, ഗ്രാമസഭയിലൂടെ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പ് പരസ്യം ചെയ്യുകയാണ്. ലിന്നിസ്വത്തി ഫിൽ ഖറിയ, ഗ്രാമത്തിലുള്ള സ്ത്രീകൾക്കാണ് വിതരണം ചെയ്യുന്നത്. തർജു അൽ ഇദാറത്തു, ഡിപ്പാർട്ട്മെന്റ് റിക്വസ്റ്റ്സ്, ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നു, പ്രതീക്ഷിക്കുന്നു. മിനർ റാഗിബീന, ആഗ്രഹമുള്ളവരിൽ നിന്നും. എന്തിനെ? ഈ കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹമുള്ളവരിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നു. എന്താവശ്യപ്പെടുന്നു? തഖ്ദീമ ത്വലബി, ടു സബ്മിറ്റ് ദി അപ്ലിക്കേഷൻ. തഖ്ദീം മീൻസ് ടു സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കുക. അത്വലബ്, അപ്ലിക്കേഷൻ, അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ്? മൃഗസംരക്ഷണ വകുപ്പ് ആവശ്യപ്പെടുന്നു. എന്താവശ്യപ്പെടുന്നു? അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ആരോട്? കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്നുള്ളവരോട് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഇലൽ മക്തബിൽ ഖറവി, അല്ലെ, വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഖിലാല ഉസ്ബുഅൈനി മിൻ ഇസ്ദാരി ഹാദൽ ഇലാൻ, വിത്തിൻ 2 weeks ഓഫ് ഇഷ്യൂയിങ് ദിസ് അഡ്വർടൈസ്മെന്റ്. ഈ പരസ്യം വന്നത് മുതൽ 2 ആഴ്ചക്കകം എന്ത് ചെയ്യണം? അപേക്ഷ സമർപ്പിക്കണം. ഖിലാല ഉസ്ബുഅൈനി, വിത്തിൻ 2 weeks, 2 ആഴ്ചക്കകം. ഇസ്ദാർ മീൻസ് ഇഷ്യൂ ചെയ്യുക, പുറത്തിറക്കുക. ഹാദൽ ഏലാൻ, ഈ പരസ്യം പുറത്തു വന്നത് മുതൽ 2 ആഴ്ചക്കകം അപേക്ഷ സമർപ്പിക്കണം. എന്തിനുള്ള? കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്നുള്ളവർ അപേക്ഷ വില്ലേജ് ഓഫീസിൽ സമർപ്പിക്കണം. ഈ പരസ്യം പത്രത്തിൽ വന്നതിന് ശേഷം 2 ആഴ്ചക്ക് ഉള്ളിൽ. വനമൂദജുൽ ഇസ്തിമാറത്തി ബി അദ്നാഹു, എ മോഡൽ ഓഫ് ദി ആപ്ലിക്കേഷൻ ഫോം ഈസ് ബിലോ. ആപ്ലിക്കേഷൻ ഫോമിന്റെ, അപേക്ഷാ ഫോമിന്റെ, അൽ ഇസ്തിമാറ മീൻസ് അപേക്ഷാ ഫോമിന്റെ നമൂദജ്, മോഡൽ, മാതൃക, ബി അദ്നാഹു, താഴെയുണ്ട്. താഴെ എങ്ങനെയാണ് അപേക്ഷ പൂരിപ്പിക്കേണ്ടത് എന്ന ഒരു മോഡൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇദാറത്ത് ഹിമായത്തുൽ ഹയവാനത്ത് പുറത്തിറക്കിയ ഒരു പരസ്യമാണ്. ഇതിലെന്താണ് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഇദാറത്ത് ഹിമായത്തുൽ ഹയവാനത്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഗ്രാമസഭ മുഖാന്തരം, ഗ്രാമസഭയിലൂടെ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ, വേണമെന്നുള്ളവർ എന്ത് ചെയ്യണം? 2 ആഴ്ചക്കകം ഒരു അപേക്ഷ എവിടെ കൊടുക്കണം? വില്ലേജ് ഓഫീസിൽ കൊടുക്കണം. എങ്ങനെയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്? അപേക്ഷയുടെ രൂപം എങ്ങനെയാണ് എന്ന് താഴെ കൊടുത്തിരിക്കുന്നു. ഇതാണ് പരസ്യം. ഈ പരസ്യം ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരാണ്? അൽ മുദീറുൽ ആം, ഡയറക്ടർ. എന്തിന്റെ ഡയറക്ടർ? ഇദാറത്തുൽ ഹയവാനാത്ത് ഹിമായത്തുൽ ഹയവാനാത്ത്, കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. അത്തൗഖീർ, സിഗ്നേച്ചർ. ദഹബത്ത് സ്വബീഹ മഅ ഉമ്മിഹ ഇലാ മക്തബിൽ ഖറവിയ, സ്വബീഹ തന്റെ ഉമ്മയുടെ കൂടെ വില്ലേജ് ഓഫീസിലേക്ക് പോയി. വസ്തലമത് മിനൽ മുവല്ലഫി അൽ ഇസ്തിമാറ, എന്നിട്ട് അവിടെയുള്ള മുവല്ലഫിൽ നിന്നും, മുവല്ലഫ് മീൻസ് ഉദ്യോഗസ്ഥൻ, ഓഫീസറിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം സ്വീകരിച്ചു. ഇസ്തലമ, സ്വീകരിച്ചു. അൽ ഇസ്തിമാറ, ആപ്ലിക്കേഷൻ ഫോം. നഖറഉ വ നുഅബ്ബിഉ, നമുക്ക് വായിക്കാം, ഇത് ഫിൽ ചെയ്യാം. നുഅബ്ബിഉ മീൻസ് ലെറ്റ് us fill, നമുക്ക് ഫിൽ ചെയ്യാം. അൽ ഇസ്തിമാറത്തു തലബിൽ മുസാഅദാത്ത്, ഹെൽപ്പിനുള്ള അപേക്ഷാ ഫോം. മുസാഅദാത്ത് മീൻസ് സഹായം, അതായത് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു സഹായമാണ്. അതിനുള്ള ആ സഹായം കിട്ടാനുള്ള അപേക്ഷാ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽ ഇസ്മുൽ കാമിൽ, ഒന്നാമത് ഈ അപേക്ഷാ ഫോമിലുള്ള ഒരുപാട് കാര്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട്, അല്ലെ? അതിൽ ആദ്യം പൂരിപ്പിക്കേണ്ടത് എന്താണ്? അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം, മുഴുവൻ പേര്, അപേക്ഷ സമർപ്പിക്കുന്നയാളുടെ പേര് ഇവിടെ എഴുതുക. ഇനി അൽ ജിൻസ്, ജെൻഡർ, ദക്കർ, ഉൻസ, മെയിലാണോ ഫീമെയിൽ ആണോ? ദക്കർ മീൻസ് മെയിൽ, ആണ്. ഉൻസ ഫീമെയിൽ, പെണ്ണ്. അതിവിടെ ടിക്ക് ചെയ്യുക ഏതാണെന്ന് വെച്ചാൽ. അൽ ഉംറു വ താരിഖുൽ മീലാദ്, ഉംർ വയസ്സ്, താരിഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത്, വയസ്സും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ എഴുതുക.
റഖമുൽ ഹാത്തിഫ് ഫോൺ നമ്പർ, ഹാത്തിഫ് ഫോൺ, റഖമ് നമ്പർ. അൽ ജവാൽ മൊബൈൽ ഫോൺ നമ്പർ ഇവിടെ എഴുതുക. അൽ ഉൻവാനു ദായിം പെർമനന്റ് അഡ്രസ് ഇവിടെ എഴുതുക, അതായത് സ്ഥിര മേൽവിലാസം. അൽ ഉൻവാൻ മീൻസ് അഡ്രസ്. അൽ ബരീദുൽ ഇലക്ട്രോണിക് ഇമെയിൽ അഡ്രസ് ഇവിടെ എഴുതുക. നൗഇയത്തുൽ ഉസ്ര കൈൻഡ് ഓഫ് ദി ഫാമിലി എങ്ങനെയുള്ളതാണ്? ഫൗക ഹത്തുൽ ഫഖ്ർ മീൻസ് APL, തഹത്ത ഹത്തുൽ ഫഖ്ർ BPL കുടുംബവും APL കുടുംബവും ഉണ്ട് കേരളത്തിൽ അല്ലെ. അത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ടിക്ക് ചെയ്യുക. അതതു സ്വീസാനിൽ മത്ലൂബ് ആവശ്യമുള്ള സ്വീസാൻ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം എത്ര വേണം എന്നത് എഴുതുക. ദഖലുൽ ഉസ്രത്തി സനവി ആനുവൽ ഇൻകം ഓഫ് ദി ഫാമിലി ഈ കുടുംബത്തിന്റെ അപേക്ഷ സമർപ്പിക്കുന്ന കുടുംബത്തിന്റെ വാർഷിക വരുമാനം. ദഖലി മീൻസ് ഇൻകം വരുമാനം, അസനവി ആനുവൽ വാർഷിക, ഒരു വർഷം എത്ര രൂപ വരുമാനമുണ്ട് എന്നത് ഇവിടെ എഴുതുക. അടുത്തത് ഹൽ ഹസൽതും അല അയ്യി ദഅമിൻ ഇഖ്തിസാദിയിൻ സാബിഖൻ മുമ്പ് ഏതെങ്കിലും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹൽ ഹസൽതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, അല അയ്യി ദഅമിൻ ഏതെങ്കിലും ഒരു ദഅമ് ഹെൽപ്പ്, ഒരു സപ്പോർട്ട്. ദഅമ് മീൻസ് സപ്പോർട്ട് അല്ലെങ്കിൽ സഹായം. എങ്ങനെയുള്ള സഹായം? ദഅമിൻ ഇഖ്തിസാദിയിൻ മീൻസ് എക്കണോമിക്കൽ, സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ടോ? സാബിഖൻ പ്രീവിയസ്ലി മുമ്പ് ഏതെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതെന്തിനാണ്? മുമ്പ് സാമ്പത്തിക സഹായം ഒന്നും കിട്ടാത്തവർക്കാണ് മുൻഗണന ഉണ്ടാവുക. നഅം അതെ, ല അല്ല ഇല്ല, യെസ് ഓർ നോ. ഇനി അപേക്ഷ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഉഖിറു ബി അന്നൽ ബയാനാത്തിൽ വാരിദത അലാഹു സ്വഹീഹ. ഐ അഗ്രി ദാറ്റ് ദി എബോവ് മെൻഷൻഡ് ഡീറ്റെയിൽസ് ആർ ട്രൂ. ഉഖിറു ഐ അഗ്രി ഞാൻ ഉറപ്പിക്കുന്നു. ബി അന്നൽ ബയാനാത്തിൽ വാരിദ മുകളിൽ വന്ന ബയാനാത്ത് ഇൻഫർമേഷൻസ് വിവരങ്ങൾ. അലാഹു മീൻസ് മുകളിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻസ് സ്വഹീഹത്തുൻ ശരിയാണ്, ട്രൂ ആണ് എന്ന് ഞാൻ അഗ്രി ചെയ്യുന്നു. അൽ മക്കാൻ സ്ഥലം, എവിടെ വെച്ചാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ സ്ഥലം. ആ താരീഖ് ഡേറ്റ്, ഏത് ഡേറ്റിനാണ് അപേക്ഷ സമർപ്പിക്കുന്നത് ആ ഡേറ്റ് ഇവിടെ എഴുതുക. തൗഖീഉൽ മുഖദ്ദിം സിഗ്നേച്ചർ ഓഫ് ദി അപ്ലിക്കന്റ്. മുഖദ്ദിം മീൻസ് അപ്ലിക്കന്റ്, ആരാണോ അപേക്ഷ സമർപ്പിക്കുന്നത് അയാളുടെ ഒപ്പ്. അൽ ഇസ്മ അപേക്ഷ സമർപ്പിക്കുന്ന അയാളുടെ പേര്, അതും ഇവിടെ എഴുതുക. ഇതാണ് അപേക്ഷാ ഫോം. ഇതിലുള്ള വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക.